ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ഒരാൾക്ക് ഒരാളുടെ ധർമ്മം, മറ്റേ ആൾക്ക് മറ്റേ ആളുടെ ധർമ്മം. ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാനും വിട്ടേക്കുക. നമ്മുടെ പണി അവരെ ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ കൊണ്ട് ഇമ്പോസ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഈ കിളികളൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ, ഇവർ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. തന്നെ ലോകമൊക്കെ തന്നെ ശരിയായിക്കോളും. ഇതിന് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പശുവിൻ്റെ മുതൽ ആനയുടെ വരെ ധർമ്മം ചെയ്യും. മനുഷ്യനാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ എവിടെയെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ഇന്ന് മനുഷ്യന്റെ ധർമ്മം ചെയ്യേണ്ട ദിവസമാണ്. അങ്ങനെയാണ് ലോക പരിസ്ഥിതി ദിനം, മറ്റേ ദിനം, മറിച്ച ദിനം എല്ലാം ഉണ്ടായി വരുന്നത്. ദിനങ്ങൾ വേണം ഓർമ്മിക്കാൻ, ധർമ്മം ഓർമ്മിക്കാൻ. മാതൃദിനം. എന്തോന്ന് മാതൃദിനം? ഓരോ ദിവസവും മാതൃദിനല്ലേ? ആണോ? ആ സങ്കല്പം വിട്ടുപോയതാണ് നമ്മളുടെയൊക്കെ ഒരു പരാജയം. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പോയടത്ത് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ ദേവഋഷി പിതൃക്കളോടുള്ള കടപ്പാട് ഏത് മതത്തിലാണെങ്കിലും ജാതിയിലാണെങ്കിലും ഏത് കുലത്തിലാണെങ്കിലും ഗോത്രത്തിലാണെങ്കിലും ഉണ്ട്. ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. യുക്തിവാദികൾ ചോദിച്ചിട്ടുണ്ട് ആരോടും എന്ത് കടപ്പാട്. ഈ യുക്തിവാദം എവിടെ നിന്നുണ്ടായി? നിന്നെ യുക്തിവാദിയാക്കിയ ഒരു യുക്തിവാദി വേറെ ഉണ്ടല്ലോ, അതൊരു വിദ്യയാണല്ലോ. അതിന് മുകളിലൊരു യുക്തിവാദി ഉണ്ടല്ലോ, അതുപോലെ പരമ്പരയായിട്ട്. അത് പരമ്പരയാണെന്ന്. ഈ പരമ്പരയുടെ അറ്റം നോക്കി അത് ശിവനിലായിരിക്കും, ചാർവാകനിൽ പോയി നിൽക്കും. ആ അറ്റം നോക്കുമ്പോൾ ദൈവം ഇതായിരുന്നു എന്ന് വിചാരിക്കും. എന്തിന് സ്പേസ് ഉണ്ട് ഇവിടെ? എന്തിന് സ്പേസ് ഉണ്ട്? ഭക്തി മുതൽ വിരക്തി വരെയുള്ള, യുക്തി വരെയുള്ള സകല സാധനത്തിനും ഇവിടെ സ്പേസ് ഉണ്ട്. ഇത്രേ ഇവിടെ ആവശ്യമുള്ളൂ. ഇത് ചെയ്യുക, പരദേവതാ സ്മരണ ചെയ്യുക,